സ്വാമിയേ ശരണമയ്യപ്പ. കാനനവാസനായ കലിയുഗവരദൻ അയ്യപ്പസ്വാമിയുടെ ഏറ്റവും വിശേഷപ്പെട്ട നിവേദ്യമാണ് അരവണ പായസം. അരവണ പായസം എങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് ഇന്ന് നോക്കാം. 1/2 കിലോ ഉണക്കലരി, 2 കിലോ ശർക്കര തന്നെ 2-3 തരത്തിലുണ്ട്. ഉണ്ട ശർക്കര, പതിയൻ ശർക്കര, അല്ലാതെ പലതരത്തിൽ നമുക്ക് ശർക്കര പല സ്ഥലങ്ങളിലും ലഭ്യമാണ്. 50 ഗ്രാം കറുത്ത ഉണക്കമുന്തിരി, 3 കദളിപ്പഴം, ചെറുതായി അരിഞ്ഞ് തേങ്ങ, നെയ്യ് ഇവയൊക്കെ തയ്യാറാക്കി വെക്കണം. ഒരു ഉരുളിയിൽ നെയ്യൊഴിച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഈ തേങ്ങ മുറിച്ചത് ഇടണം. ചെറുതായി ഇളക്കി കൊടുക്കണം. ചെറിയ ചുവന്ന കളർ വരുമ്പോൾ അതിൻ്റെ മൂപ്പ് പാകമാകുമ്പോൾ വാങ്ങിവെക്കണം. കദളിപ്പഴം 4-5 കീറി അരിഞ്ഞ് തയ്യാറാക്കി വെക്കണം. അര കിലോ ഉണക്കലരി എടുത്ത് 1-2 പ്രാവശ്യം നന്നായി കഴുകി തയ്യാറാക്കി വെക്കുക. ഓട്ടുരുളിയിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു വയ്ക്കുക. അത് ചൂടായി വരുമ്പോൾ കഴുകിയ അരി ഉരുളിയിലേക്ക് ഇടുക. രണ്ട് വലിയ കപ്പ് വെള്ളവും ചേർക്കുക. അരി തിളച്ചു തുടങ്ങുമ്പോൾ ചെറുതായി അരിഞ്ഞ കദളിപ്പഴവും അതിൽ ചേർത്ത് ഇളക്കണം. അരി വെന്തു തുടങ്ങുമ്പോൾ പെതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം അരിയിലെ വെള്ളം പൂർണ്ണമായി വറ്റുന്നതിന് മുമ്പായി ശർക്കര ചേർക്കണം. ഇവിടെ ഉണ്ട ശർക്കരയും പതിയൻ ശർക്കരയുമാണ് ചേർത്തിരിക്കുന്നത്. നല്ല കളറ് അരവണയ്ക്ക് വരണമെങ്കിൽ പതിയൻ ശർക്കര നല്ലതാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ വെല്ലം എന്ന ഒരു ഇളം മഞ്ഞ കളറുള്ള ശർക്കരയും ലഭ്യമാണ്. ഇപ്പോൾ പൊടി ശർക്കരയും ലഭിക്കുന്നുണ്ട്. നമുക്ക് ഈ അരവണ കാണുമ്പോൾ ഒരു നല്ല കറുത്ത കളറ് വേണം. അതിനനുസരിച്ച് ശർക്കര ചേർക്കുക. കൂടുതൽ ശർക്കര ചേർത്താൽ അത് കട്ടിപിടിച്ച് കമ്പി പോലെ കഴിക്കാൻ പറ്റാത്ത പരുവത്തിലായിത്തീരും. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ശർക്കര ചേർക്കുക. ശർക്കരയൊക്കെ ചേർത്ത് നന്നായി വെന്ത് കഴിയുമ്പോൾ കറുത്ത മുന്തിരി കഴുകി വൃത്തിയാക്കി അതിനകത്തിലേക്ക് ഇടുക. നേരത്തെ നെയ്ക്കകത്ത് വറുത്തു വച്ചിരിക്കുന്ന ആ തേങ്ങയും അതിനകത്തിലേക്ക് ചേർക്കുക. ഇതൊക്കെ ചേർക്കുമ്പോൾ നന്നായി ഇളക്കി കൊടുക്കേണ്ടതാണ്.
അതിനുശേഷം ഏതാണ്ട് വറ്റിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഏലക്കാപ്പൊടി, ജീരകപ്പൊടി, ചുക്കുപൊടി ഇവ ചേർക്കാം. ശർക്കരയും തേങ്ങയും അരിയും ഇതെല്ലാം കൂടി നന്നായി ചേരണമെങ്കിൽ ശർക്കര ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കേണ്ടതാണ്. വെള്ളമൊക്കെ വറ്റി പായസം ഏതാണ്ട് പാകമാകുന്ന സമയത്ത് കൽക്കണ്ടം ചെറുതായി പൊടിച്ച് അതുകൂടി ചേർക്കുക. വാങ്ങുന്നതിന് മുമ്പായി ഈ പായസത്തിലേക്ക് കുറച്ച് നെയ്യ് കൂടി ചേർക്കണം. പായസം നന്നായി കുറുകിക്കഴിഞ്ഞാൽ വാങ്ങിവെക്കാം. വാങ്ങിവെച്ചതിന് ശേഷവും 1-2 പ്രാവശ്യം നന്നായി ഇളക്കി കൊടുക്കണം. ഇങ്ങനെയാണ് അരവണ പായസം തയ്യാറാക്കുന്നത്. സ്വാമിയേ ശരണമയ്യപ്പ.